നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. AKGയുടെ സമര പാരമ്പര്യം പറയുന്ന CPMന് കോർപ്പറേറ്റ് താരാട്ടുകാരായതോടെ സമരങ്ങളോട് പുച്ഛമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ഇത്രയേറെ കവർന്നെടുത്ത ഒരു സർക്കാർ മുമ്പുണ്ടായിട്ടില്ലെന്നും A. തങ്കപ്പൻ. പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ദ്വിദിന സത്യാഗ്രഹം. ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോകുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് പൊട്ടിവീണു. അപകടം പുലർച്ചെ 4:30-ഓടെ. മുന്നിൽ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറി വൈദ്യുതി ലൈനിൽ ഉടക്കിയത് പോസ്റ്റ് വീഴാൻ കാരണമായെന്ന് സൂചന. ആംബുലൻസിന് മുന്നിൽ സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അധികൃതർ കണ്ണു തുറന്നു. ഷൊർണൂർ കുളപ്പുള്ളി പാതയിലെ തകർച്ച പരിഹരിക്കാൻ ശ്രമം തുടങ്ങി. താൽക്കാലികമായി കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തിക്ക് തുടക്കം. ഷൊർണൂർ പരുത്തിപ്രയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ 10ഓളം കുടുംബങ്ങൾ. ആദിയോടെ കഴിയുന്നത് കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തെ കുടുംബങ്ങൾ. ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. AKGയുടെ സമര പാരമ്പര്യം പറയുന്ന CPMന് കോർപ്പറേറ്റ് താരാട്ടുകാരായതോടെ സമരങ്ങളോട് പുച്ഛമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ KSSPA ആരംഭിച്ച ദ്വിദിന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. തങ്കപ്പൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഗവൺമെന്റ് ഇന്ന് സമരം എന്ന് പറയുന്ന പുച്ഛമായി കാണുന്നു. ജനങ്ങളുടെ, ജീവനക്കാരുടെ, അതുപോലെ കർഷക തൊഴിലാളികളുടെ അവകാശം എന്ന് ചോദിച്ചാൽ അവർക്കതൊരു പുച്ഛമാണ്. കാരണം അവരിപ്പോ അദാനിയും അതുപോലെ അംബാനിയും കണ്ടു വളർന്നത് ഡിസ്കഷൻ നടന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റായി മാറിയതോടുകൂടി കർഷകരെ അവഗണിക്കുന്നു, ജീവനക്കാരെ അവഗണിക്കുന്നു, പെൻഷൻകാരെ അവഗണിക്കുന്നു, ആശാവർക്കർമാരെ അവഗണിക്കുന്നു. എല്ലാവരെയും അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റായി മാറിയത് കൊണ്ടാണ് അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ ഉന്നയിച്ച ഒരു ആവശ്യങ്ങളും പരിഗണിക്കാതെ നിൽക്കുന്നത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത ഇത്തരമൊരു സർക്കാർ ഇതിനു മുമ്പുണ്ടായിട്ടില്ലെന്നും A. തങ്കപ്പൻ ആക്ഷേപിച്ചു. വാഗ്ദാനം നൽകുകയും അത് ലംഘിക്കുകയും ചെയ്യുന്നതാണ് സർക്കാരിൻ്റെ രീതി. 700 രൂപ ആവശ്യപ്പെട്ട് ആശമാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചവർ തന്നെയാണ് അവരെ തെരുവിലേക്ക് അയച്ചത്. ജീവനക്കാർക്ക് ഒരു ഗുണവുമില്ലാത്ത മെഡിസപ്പ് പദ്ധതിയിൽ ജീവനക്കാരുടെ വിഹിതം ഇനിയും കൂട്ടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ക്ഷാമാശ്വാസം കവർന്നെടുക്കുക മാത്രമല്ല, അവശേഷിക്കുന്നവ ഇല്ലാതാക്കാൻ കൂടി സർക്കാർ ശ്രമിക്കുകയാണ്. കർഷകരെ തുടരെ വഞ്ചിക്കുന്ന സമീപനം തന്നെയാണ് ജീവനക്കാരോടും പെൻഷൻകാരോടും കാണിക്കുന്നതെന്നും A. തങ്കപ്പൻ ആരോപിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, മെഡിസപ്പിൽ അപാകത പരിഹരിക്കുക തുടങ്ങി 13 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPA ദ്വിദിന സത്യാഗ്രഹം നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KA പോൾ, ആന്റണി, ഗോപിനാഥൻ, അനന്തൻ, ജമീല, പ്രഫുൽകുമാർ, KMM റഷീദ്, ഉണ്ണികൃഷ്ണൻ, രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോകുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിവീണു. മുൻപിൽ സഞ്ചരിക്കുകയായിരുന്ന കണ്ടെയ്നർ വൈദ്യുത ലൈനിൽ കൊളുത്തിവലിച്ചതാണ് പോസ്റ്റ് തകർന്നു വീഴാൻ കാരണം. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കുളപ്പുള്ളിയിൽ നിന്ന് കണയം വഴി വല്ലപ്പുഴയ്ക്ക് പോകുന്ന റോഡിൽ മണ്ണാരംപാറയിലാണ് സംഭവം. പുലർച്ചെ 4:30-ക്കാണ് അപകടമുണ്ടായത്. 4 പോസ്റ്റുകൾ തകർന്നു വീണു. ഇതിൽ ഒരു പോസ്റ്റ് ആംബുലൻസിന്റെ മുകളിൽ വീഴുകയായിരുന്നു. ആംബുലൻസിന് മുൻപിലുണ്ടായിരുന്ന പോലീസ് ജീപ്പ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതുവരെ ആംബുലൻസ് ഡ്രൈവറും മൃതദേഹത്തിനൊപ്പമുണ്ടായിരുന്ന 3 പേരും ആംബുലൻസിനുള്ളിൽ തന്നെയായിരുന്നു. ഇവർ ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ മുളന്തവ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ബോഡി ആയിട്ട് അയലക്കാട് വഴി കൊപ്പത്തേക്ക് പോയിരുന്നു. ആ പോകുന്ന വഴിയിൽ ഫ്രണ്ടിലൊരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. ആ വണ്ടി പോസ്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ലൈനിന് മുകളിൽ കയറി കുളത്തിയിട്ട് പോസ്റ്റ് അടക്കം ഒടിഞ്ഞ് ഒന്ന് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് റോഡിലേക്കും വീണു. തലനാര ഇഴയ്ക്കാണ്. എൻ്റെ മുന്നിലൊരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു, അവർ രക്ഷപ്പെട്ടു. മങ്കര സ്റ്റേഷനത്തെ CIയും കൂടിയായിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും വല്ലപ്പുഴ കൊപ്പത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മറ്റൊരു ആംബുലൻസ് പട്ടാമ്പിയിൽ നിന്ന് എത്തിച്ചാണ് പിന്നീട് മൃതദേഹം കൊപ്പത്തേക്ക് കൊണ്ടുപോയത്.
കനത്ത മഴയിൽ മണ്ണ് കുതിർന്നതാണ് പോസ്റ്റുകൾ വളരെ വേഗം വീഴാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. KCB അധികൃതർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാർഡ് കൗൺസിലർ സിനി മനോജ് സ്ഥലം സന്ദർശിച്ചു. എന്തോ ഒരു ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ഷോക്കടിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെയധികം ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹമാണ്. ഒപ്പം ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. അതിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഫ്യൂസ് ഓഫ് ചെയ്തു. പിന്നീട് ഈ മൃതദേഹവും ഈ ആളുകളെയും കൂടി മറ്റൊരു ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇത്തരം ഇന്നലെ പെയ്ത കനത്ത മഴയിലും മറ്റും മണ്ണ് വല്ലാതെ കുതിർന്ന ആയിരിക്കണം ഈ അപകടം നടന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ KCB അധികൃതർ വന്ന് സ്ഥലത്തെത്തി ലൈനൊക്കെ മുഴുവനുമായിട്ട് ഓഫ് ചെയ്ത് ഇവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അധികൃതർ കണ്ണു തുറന്നു. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ തകർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള തകർച്ചയാണ് താൽക്കാലികമായി അടയ്ക്കുന്നത്. വലിയ തോതിൽ റോഡ് തകർച്ച, ഗതാഗതക്കുരുക്ക്, യാത്രാക്ലേശം. തകർച്ച പരിഹരിക്കാൻ ആദ്യം നടപടി ഉണ്ടായില്ല. പിന്നീട് കണ്ടത് പ്രതിഷേധങ്ങളും പരാതികളും മാത്രം. കുളപ്പുള്ളി ഷൊർണൂർ പാതയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ടാണ് ജനം പൊറുതിമുട്ടിയത്. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അധികൃതർ കണ്ണു തുറന്നു. MLA P മമ്മിക്കുട്ടിയുടെ ഇടപെടലിനെ തുടർന്ന് തകർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പാതയിൽ ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ മുതലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. PWD അധികൃതരാണ് തകർച്ച പരിഹരിക്കുന്നത്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗം വരെയാണ് ആദ്യം തകർച്ച പരിഹരിക്കുക. പാതയിലെ വലിയ കുഴികൾ മാത്രമേ കോറി വേച്ചിട്ട് അടയ്ക്കുകയുള്ളൂ. കുഴികൾ അടയ്ക്കുന്നതോടെ പാതയിലെ യാത്ര സുഗമമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുകയാണ് ഒരു പ്രദേശത്തെ കുടുംബങ്ങൾ. പരുത്തിപ്പുറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തെ 10ഓളം കുടുംബങ്ങളാണ് ഭീതിയോടെ കഴിയുന്നത്. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നു. മണ്ണിടിച്ചിൽ ഭീതിയോടെയാണ് ഷൊർണൂർ പരുത്തിപ്പുറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തെ 10ഓളം കുടുംബങ്ങൾ കഴിയുന്നത്. 15 അടിയോളം താഴ്ചയിലുള്ള മൺചെരുവിലാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ 3ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. മണ്ണും ഉരുളൻകല്ലും വീടിനടുത്ത് എത്തി നിൽക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് മറ്റു അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഈ കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇപ്പം എൻ്റെ വീടാണ് ഈ നിൽക്കുന്നത്. എന്നാൽ ഞാൻ രാവിലെ പോയതാണ്. വൈകിട്ട് 4 മണിക്ക് വന്നപ്പോഴാണ് ഇവിടെ സംഭവം നടക്കുന്നത്. ഈ മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് ഇതിന് മുന്നേ ഇടിഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നത്തെ മഴയ്ക്കും ഇവിടെ 10ഓളം കുടുംബങ്ങളുണ്ട്. ആവശ്യപ്പോൾ അവർ ക്യാബിനറ്റ് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കെട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ പറ്റില്ലെന്നാണ് പറയണത്. ഇപ്പോൾ 2018 നിന്ന് ഇടിഞ്ഞിട്ടുണ്ട് ഒരു വട്ടം. അന്നവരത്ത് പറഞ്ഞാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് അവരത്ത് പോകാറുണ്ട്. അവർ പറയും അവരുടെ സ്ഥലമല്ല, ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ സ്ഥലം നോക്കിയിട്ട് പഠിക്കണ്ടെന്നൊക്കെ പറയണത്. രാവിലെ ജോലിക്ക് പോണവരാണ് ഞങ്ങളെല്ലാവരും. ഇവിടെ 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ജോലിക്ക് പോയി വരുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ. ഞങ്ങൾ പേടിച്ചാണ് ജീവിക്കുന്നത്. രാത്രിയൊന്നും പേടിച്ചിട്ട് ഉറങ്ങാറന്നില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണം തന്നെയാണ് ഞങ്ങളുടെയും. വിവരം അറിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശും വാർഡ് കൗൺസിലറും സ്ഥലത്തെത്തിയിരുന്നു. ഷൊർണൂർ വില്ലേജ് 2 അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും കുടുംബങ്ങൾ പറയുന്നു. പ്രദേശത്തെ കോൺക്രീറ്റ് റോഡിന്റെ വശവും മണ്ണ് ഒലിച്ചുപോയതിനെ തുടർന്ന് തകർച്ചയുടെ വക്കിലാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട്ടെ നഗര സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് വഴിയോര കച്ചവടക്കാർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ചർച്ച ചെയ്യാൻ നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. AR മേനോൻ പാർക്ക് നടത്തിപ്പിനായി സ്വകാര്യ വ്യക്തിക്ക് കരാർ നൽകിയ സാഹചര്യത്തിൽ പാർക്കിനു സമീപത്തെ വഴിയോര കച്ചവടക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചർച്ചയായി. കച്ചവടക്കാരെ പ്രതിനിധീകരിച്ച് സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് MM കബീർ സംസാരിച്ചു. ചില പ്രയാസങ്ങൾ കച്ചവടക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സൗന്ദര്യവൽക്കരണം, മൈതാനത്തിന് ചുറ്റും ഒരു സൗന്ദര്യവൽക്കരണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താണോ അവിടെ ചെയ്യാൻ പറ്റുന്നത് അതിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇവിടെ വിളിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും സഹകരിച്ച് നഗരസഭയുടെ മൈതാനത്തിന് ചുറ്റും AR മേനോൻ വളരെ ഭംഗിയായിട്ട് മധുരകെട്ടി സംരക്ഷിക്കുന്നതിനാണ്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ തങ്ങളെ ഒഴിവാക്കാൻ പാടില്ലെന്ന് വഴിയോര കച്ചവടക്കാർ പറഞ്ഞു.
ഒരു കാരണവശാലും ആ പ്രദേശത്തെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കില്ലെന്ന് യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഉറപ്പു നൽകി. നഗരസഭാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിഷേധത്തിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ AITUC യൂണിയൻ മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മണ്ണൂർ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം R. ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിഷേധത്തിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ AITUC മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം R. ചിന്നക്കുട്ടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മിനിമം കൂലി പ്രഖ്യാപിക്കണം. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 28 തരത്തിലാണ് കൂലി. ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഹരിയാന കഴിഞ്ഞാൽ തൊട്ടടുത്ത് വേതനം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ 369 രൂപയാണ് വേതനം കൊടുക്കുന്നതെങ്കിൽ കേരളത്തെക്കാൾ എത്രയോ കുറഞ്ഞ വേതനം കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവിടെ ജാർഖണ്ഡ് എന്ന് പറയുന്ന വളരെ പിന്നോക്കം നിൽക്കുന്ന ഒട്ടേറെ ആദിവാസികളും ദളിതരും തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനത്ത് കൊടുക്കുന്ന കൂലി 230 രൂപയാണ്. എങ്ങനെയാണ് 230 രൂപ കൊണ്ട് ഒരു തൊഴിലാളിയും അദ്ദേഹത്തിന്റെ കുടുംബവും കഴിയുന്നത്? CPI ലോക്കൽ സെക്രട്ടറി N. തങ്കപ്പൻ അധ്യക്ഷനായി. AK ബാലകൃഷ്ണൻ, P. രാജേഷ്, M. ജയകൃഷ്ണൻ, K. സുനീർ, രമ്യ, ശാന്തകുമാരി, ലേഖാദാസ്, കാളിദാസൻ, KV ദാസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനു കീഴിൽ പാലക്കാട് നഗരത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മീനൂസ് ലഘുഭക്ഷണശാല കെട്ടിടം ഇന്ത്യൻ കോഫി ഹൗസിനു കൈമാറിയത് നിയമവിരുദ്ധമായെന്ന് മീനൂസ് പ്രൊട്ടക്ഷൻ ഫോറം. ഇതിനു പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഫോറം ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ചുള്ളിയാർ പട്ടികജാതി പട്ടികവർഗ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘത്തിന് ലഘുഭക്ഷണശാല നടത്താനാണ് ജില്ലാ കളക്ടർ കോട്ടമൈതാനത്തിന് സമീപം സ്ഥലം കൈമാറിയത്. മീനൂസ് പ്രവർത്തനം നിലയ്ക്കുന്ന പക്ഷം സമാന ചിന്താഗതിക്കാർക്ക് നടത്തിപ്പിനായി നൽകണമെന്നും അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുമെന്നുമാണ് രജിസ്ട്രേഷൻ ബൈലോയിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നിയമങ്ങളില്ലാതാക്കിക്കൊണ്ടാണ് ഫിഷറീസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ താൽപ്പര്യത്തിൽ മീനൂസ് ഇന്ത്യൻ കോഫി ഹൗസിന് കൈമാറിയത്. ഇതിനു പിന്നിൽ ഗൂഢാലോചനയും രാഷ്ട്രീയ താൽപ്പര്യവുമുണ്ട്. നിയമപരമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും വിജിലൻസിനും പരാതി നൽകിയെങ്കിലും ഫലമില്ലാത്തതുകൊണ്ട് നിയമപരമായും സമരങ്ങളിലൂടെയും നടപടിയെ നേരിടുമെന്ന് PK രാജൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളായ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേമത്തിനായി K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെയാണ് മീനൂസ് അനുവദിച്ചത്. നടത്തിപ്പിലെ അനാസ്ഥ മൂലം കഴിഞ്ഞ ഏതാനും വർഷമായി ലഘുഭക്ഷണശാലയായ മീനൂസ് അടഞ്ഞുകിടക്കുകയായിരുന്നു. ഈ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫിഷറീസ് സഹകരണ സംഘം ജോയിന്റ് രജിസ്റ്റർ എറണാകുളം. അവരുടെ അണ്ടറിലാണ് ഇത് രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്. ഈ സ്ഥാപനം പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഇത് പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രം അവർക്ക് മാത്രമോ അല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ള സഹകരണ സംഘങ്ങൾക്കോ നടത്താൻ മാത്രമേ അധികാരമുള്ളൂ. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന സ്ഥാപനത്തിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം അങ്ങനെ കൈമാറാൻ നിയമം അനുവദിക്കാത്ത ഒരു സംരംഭത്തെ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് ഇത് ഈ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന സ്ഥാപനത്തിൽ കൈമാറിയത്. സമരസമിതി ഭാരവാഹികളായ ജനറൽ കൺവീനർ ഹരി അരുമ്പിൽ, K. മായാണ്ടി, വിൻസെന്റ്, പത്മ മോഹൻ തെക്കേമഠം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആഗസ്റ്റ് 1 മുതൽ 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മങ്കരയിൽ നടന്നു. വനിതാ ശിശു വികസന ഓഫീസർ ഡോക്ടർ പ്രേംന മനോജ് ഉദ്ഘാടനം ചെയ്തു. നമ്മളോട് ഈ സയന്റിഫിക് അറിവുകളെല്ലാം നമ്മളോട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്.
പക്ഷെ ആ അറിവുകൾ വെച്ചിട്ട് എന്താണ് നമ്മൾ ഫീൽഡിൽ ചെയ്യേണ്ടത്, എന്താണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഈ മുലയൂട്ടലിനെ കുറിച്ച് അമ്മമാരോട് സംസാരിക്കുന്നത് പ്രസവത്തിന് മുമ്പായിരിക്കണം. കാരണം പ്രസവം കഴിഞ്ഞിട്ടുള്ള അടുത്തടുത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്കും ആ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ്. മങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ താലൂക്ക് ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിന്ധു മുഖ്യപ്രഭാഷണം നടത്തി. CDPO M നസീമ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗം MV രമേശ്, സൂപ്പർവൈസർ AM ഷീബ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ TV മിനി സ്വാഗതവും ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മുലയൂട്ടലുമായി ബന്ധപ്പെട്ട വിവിധ കലാപരിപാടികളുണ്ടായി. സ്ത്രീകൾക്ക് മുലയൂട്ടുന്നതിനായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. ഭക്ഷണ പ്രദർശനമേളയും ഉണ്ടായി. അംഗൻവാടി വർക്കർമാർ, അമ്മമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരടക്കം നിരവധി വനിതകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AKGയുടെ സമര പാരമ്പര്യം പറയുന്ന CPMന് കോർപ്പറേറ്റ് താരാട്ടുകാരായതോടെ സമരങ്ങളോട് പുച്ഛമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ഇത്രയേറെ കവർന്നെടുത്ത ഒരു സർക്കാർ മുമ്പുണ്ടായിട്ടില്ലെന്നും A തങ്കപ്പൻ. പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ദ്വിദിന സത്യാഗ്രഹം. ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോകുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് പൊട്ടിവീണു. അപകടം പുലർച്ചെ 4:30-ഓടെ. മുന്നിൽ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറി വൈദ്യുതി ലൈനിൽ ഉടക്കിയത് പോസ്റ്റ് വീഴാൻ കാരണമായെന്ന സൂചന. ആംബുലൻസിന് മുന്നിൽ സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അധികൃതർ കണ്ണു തുറന്നു. ഷൊർണൂർ കുളപ്പുള്ളി പാതയിലെ തകർച്ച പരിഹരിക്കാൻ ശ്രമം തുടങ്ങി. താൽക്കാലികമായി കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തിക്ക് തുടക്കം. ഷൊർണൂർ പരുത്തിപ്രയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ 10ഓളം കുടുംബങ്ങൾ. ആദിയോടെ കഴിയുന്നത് കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തെ കുടുംബങ്ങൾ. ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.